ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ജീവമൃത്യു വരിച്ച CRPF ജവാൻ വിഷ്ണുവിന് വിട നൽകുകയാണ് നാട്. ഭൗതിക ശരീരം SKV സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഗവർണർ എത്തി അന്തിമോപചാരം അർപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ ശാന്തിതീരം പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഗവർണർ അവിടേക്ക് എത്തിയിട്ടുണ്ട് വിഷ്ണുവിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി. അത് ഹൃദയവേദന ഉണ്ടാക്കുന്നൊരു കാഴ്ചയാണിത്. 2 ആഴ്ച മുൻപാണ് വളരെ വർഷങ്ങളായുള്ള ആഗ്രഹം പൂർത്തീകരിച്ച് വിഷ്ണു ഗൃഹപ്രവേശനമൊക്കെ നടത്തിയത്. ആ വീട്ടിലാണിപ്പോൾ ഈ വിഷ്ണുവിൻ്റെ ഭൗതികദേഹം എത്തിച്ചിരിക്കുന്നത്. മാവോയിസ്റ്റ് ആക്രമണത്തിലാണ് വിഷ്ണുവിന് ജീവൻ നഷ്ടമായത്. വികാരനിർഭരമായ യാത്രയപ്പാണ് നാട്ടുകാരും സ്വന്തക്കാരും കൂട്ടുകാരുമൊക്കെ വിഷ്ണുവിന് നൽകുന്നത്. നാടിനു വേണ്ടി ജീവിച്ച, നമുക്ക് വേണ്ടി ജീവിച്ച ധീര ജവാനെയാണ് നഷ്ടമായത്. രാഹുൽ ജി നാഥ് നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, വൈകാരികമായ നിമിഷങ്ങളാണ്. എപ്പോഴായിരിക്കും ഭൗതികദേഹം അവിടെ നിന്ന് എടുക്കുക? ആദ്യം വിഷ്ണുവിന്റെ ശരീരം എത്തിച്ചത് ആര് സൂചിപ്പിച്ചത് പോലെ ആ പുതിയ വീട്ടിലേക്കാണ്. പിന്നീടാണ് പുതിയ വീട്ടിലേക്ക് എത്തിച്ചത്. കടന്നു വന്ന ഓരോ വഴികളും നന്ദിയോടുള്ള എല്ലാ ജനങ്ങളും റോഡിൽ ഇരുവശങ്ങളിലും നിന്ന് അവസാനമായി ഉച്ചവനെ പ്രിയപ്പെട്ടവനെ കാണാനുള്ള ആ ഒരു അവസാനമായി കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും അവരുടെ എല്ലാം കണ്ണുകൾ നിറഞ്ഞത്. കാരണം 2 ആഴ്ച മുമ്പാണ് വീടിന്റെ കാലുകാച്ചിലായി. അതായത് അദ്ദേഹം 12 വർഷം നീളുന്ന ഈ സൈനിക ജീവിതത്തിൽ അദ്ദേഹത്തിന് സ്വപ്നമായി കണ്ട ആ വീട് യാഥാർത്ഥ്യമാക്കി മടങ്ങിയപ്പോൾ അതിന്റെ സന്തോഷം ഈ സുഹൃത്തുക്കളെല്ലാം പങ്കുവെച്ചിരുന്നു.